ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ബോക്സി ടൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ എലിവേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 12 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. 4.5 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി ഗേറ്റിനോട് ചേർന്ന് തന്നെ വരുന്ന ഭാഗത്തെല്ലാം നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് കവേർഡോട് കൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയയിലേക്കാണ്. അതിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈലാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹോളിൽ നിന്നും കോർട്ട്യാർഡ് വരുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് കാണാം. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. ലിവിംഗ് ഹോളും ഡൈനിങ് ഹോളും സെപ്പറേറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടെടുക്കുന്നവർക്ക് വേണമെങ്കിൽ ആ ഒരു പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കും കാണാം. നേരെ കാണുന്ന ഈ ഭാഗത്താണ് നമുക്ക് ആ ഒരു കോർട്ട്യാർഡ് വരുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ഇറങ്ങാവുന്ന രീതിയിലാണ്. ഫുൾ കവേർഡോട് കൂടി വരുന്നൊരു കോർട്ട്യാർഡായിരിക്കും. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം നല്ല മനോഹരമായൊരു കിച്ചൺ ഏരിയ ഇവിടെ കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ എടുക്കാം. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും കോവ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരിക. ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 2 ഭിത്തിയിലും വിശാലമായ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കും നമുക്ക് കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മാണം. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഹോളിലേക്ക് തന്നെ വരാം. ഹോളിലായി നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ഇനി സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റീലും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഹോളിലേക്ക് വരാം. സ്റ്റെയർ കയറി നേരെ വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് വലിപ്പമുള്ളൊരു വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കും. ഈ കാണുന്ന ഹോളിലായി സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി മനോഹരമായ വുഡൻ ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പം ലഭിക്കുന്നുണ്ട്. ഇതിനും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമിനും ലഭിക്കുക. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് ആ ബെഡ്റൂം വരുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ മോഡലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്.
സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി 3.800 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 79 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്.